ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നാണ്. അപ്പോൾ ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നതിന് മുൻപ് നമുക്ക് അല്ല എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ഈ ഇല്ല എന്നും അല്ല എന്നും ഇംഗ്ലീഷിൽ പറയുന്ന രീതികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന്. കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പല സെൻറ്റൻസസും നമ്മൾ ആദ്യത്തെ 2 എപ്പിസോഡ്സിൽ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുക്കാനും അത് റിവൈസ് ചെയ്യാനും ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആദ്യത്തേത്, ഇതൊരു പേനയാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ദിസ് ഇസ് എ പെൻ. ശരിയാണല്ലോ, ഇത്. അതുകൊണ്ടാണ് ഞാൻ ദിസ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കൂ. ഇത് ഒരു പുസ്തകമാണ്. നിങ്ങൾക്കറിയാം ഇതൊരു പുസ്തകമല്ല, ഇതൊരു പേനയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ആ സെൻറ്റൻസ് ഒന്ന് ഇംഗ്ലീഷിൽ പറയാം. എങ്ങനെ പറയുക? ദിസ് ഇസ് എ ബുക്ക്. പക്ഷെ അല്ലല്ലോ, ഇതൊരു പുസ്തകമല്ല എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? മലയാളത്തിൽ പറഞ്ഞത് ഇതൊരു പുസ്തകം അല്ല എന്നാണ്. അപ്പോൾ ഈ അല്ല എന്നുള്ള അർത്ഥം കിട്ടാൻ നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്നൊരു വാക്കുണ്ട്. അതേതാണ്? നോട്ട്. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് ഈ നോട്ട് എന്ന് പറഞ്ഞ വാക്ക് ഈ സെൻറ്റൻസിൽ എവിടെയാണ് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇതൊരു പുസ്തകമാണ്. ആ ആണ് എന്നുള്ള അർത്ഥം കിട്ടാനല്ലേ ഞാൻ ദിസ് ഇസ് എ ബുക്ക് എന്ന് പറഞ്ഞത്? ആ ഇസ് എന്നുള്ള വാക്കിന് ശേഷം, അതായത് അതാണ് അവിടുത്തെ വേർബ്, ക്രിയ. ആ വാക്കിന് ശേഷമാണ് നമ്മൾ നോട്ട് ചേർക്കേണ്ടത്. അപ്പോൾ എന്തായി സെൻറ്റൻസ്? ദിസ് ഇസ് നോട്ട് എ ബുക്ക്. അപ്പോൾ ശരിയായില്ലേ? ദിസ് ഇസ് നോട്ട് എ ബുക്ക്, ദിസ് ഇസ് എ പെൻ. ഇനി അടുത്തത്, എൻ്റെ അടുത്ത് കുറച്ച് പൂക്കളിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇവ പൂക്കളാണ്. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ദീസ് ആർ ഫ്ലവേഴ്സ്. ശരിയാണല്ലോ. ഇനി എനിക്ക് പറയേണ്ടത് ഇവ പൂക്കളല്ല എന്നാണ്. അപ്പോൾ എന്താ ചെയ്യുക? ആദ്യത്തെ സെൻറ്റൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിച്ച അതേ ടെക്നിക്ക് ഇവിടെ ഉപയോഗിച്ചാൽ മതി. എന്ത് പറയും? ദീസ് ആർ നോട്ട് ഫ്ലവേഴ്സ്. ശരിയായില്ലേ? ദീസ് ആർ നോട്ട് ഫ്ലവേഴ്സ്. ഇനി അടുത്തത്, ഞാൻ ഉയരമുള്ള ആളാണ്. അപ്പോൾ ഉയരമുള്ളത് എന്നുള്ളതിന്, പൊക്കമുള്ളത് എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നത് ടോൾ എന്നാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? നമ്മൾ ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഐ ആം എന്നല്ലേ നമ്മളെന്ന് പഠിച്ചത്? ഐ ആം ടോൾ. അപ്പോൾ സെൻറ്റൻസ് കിട്ടി. ഇനി എനിക്ക് പറയേണ്ടത് ഞാൻ ഉയരമുള്ള ആളല്ല, എനിക്ക് പൊക്കമില്ല എന്നാണ്. അപ്പോൾ അതിനെന്താ ചെയ്യുക? ഐ ആം നോട്ട് ടോൾ. അപ്പോൾ എന്ത് കിട്ടും? ഐ ആം നോട്ട് ടോൾ. എനിക്ക് ഉയരമില്ല എന്നായി. ഇനി അടുത്തത്, അയാൾ ഒരു നടനാണ്. അപ്പം നടൻ എന്നുള്ളത് നമുക്ക് ആക്ടർ എന്ന് പറയാം ഇംഗ്ലീഷിൽ. ഞാൻ പറയുന്ന അയാളെ പറ്റിയല്ലേ. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാണ് തുടങ്ങുക? ഹീ വെച്ച് തുടങ്ങണം. ഹീ ഇസ് ആൻ ആക്ടർ. കിട്ടിയല്ലോ? ഹീ ഇസ് ആൻ ആക്ടർ. ഇനി എനിക്ക് പറയേണ്ടത് അയാൾ ഒരു നടനല്ല എന്നാണ്. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യുക? ഹീ ഇസ് നോട്ട് ആൻ ആക്ടർ. ആ ഇസ് എന്നുള്ള വേർബ് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്തു. ഹീ ഈസ് നോട്ട് ആൻ ആക്ടർ. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് ആ സെൻറ്റൻസ് വേണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാം. അതിനെന്ത് ചെയ്യണമെന്നറിയോ? ഇസ് നോട്ട് എന്നുള്ളത് ഒന്ന് ചുരുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചുരുക്കുക? ഇസ് നോട്ട് എന്നുള്ളത് ഒരുമിച്ച് എഴുതണം ആദ്യം. എന്നിട്ട് ആ നോട്ട് എന്നുള്ള വാക്കിലത്തെ ഓ നമ്മൾ മാറ്റും. എന്നിട്ട് നമ്മളവിടെ ഒരു എപ്പോസ്ട്രോഫി ഇടും. അത് ഇടുന്നതിൻ്റെ അർത്ഥം അവിടെ ഒരു അക്ഷരം ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ്. വെറുതെ ഒരു അക്ഷരത്തെ അങ്ങോട്ട് എടുത്ത് കളയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ എപ്പോസ്ട്രോഫി ഇട്ടു. ഇനി നമ്മളത് എങ്ങനെ വായിക്കും? ഇസിൻറ്റ് എന്ന് വായിച്ചാൽ മതി. ഇസ് നോട്ട് എന്ന് പറയേണ്ട, ഇസിൻറ്റ്. അപ്പോൾ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ വായിക്കുക? ഹീ ഇസിൻറ്റ് ആൻ ആക്ടർ. ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കൂ. അവർ സഹോദരന്മാരാണ്. അപ്പോൾ സഹോദരന്മാർ എന്നുള്ളതിന് ബ്രദേഴ്സ് എന്ന് പറയാം. അവർ, ഇപ്പോൾ ദേ ആണല്ലേ. ഒന്നിലധികം പേരുള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയും? ദേ ആർ ബ്രദേഴ്സ്. ഇനി എനിക്ക് പറയേണ്ടത് അവർ സഹോദരന്മാരല്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? ആറ് കഴിഞ്ഞിട്ട് നോട്ടിനെ ചേർത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? ദേ ആർ നോട്ട് ബ്രദേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, ഇവിടെ ചുരുക്കാൻ പറ്റില്ലേ? പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആർ നോട്ട് എന്നുള്ളത് ചേർത്ത് എഴുതും. എന്നിട്ട് നോട്ട് എന്നുള്ളതിൽ നിന്ന് ഓ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആൻഡ് എന്ന് കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ആറിൻഡ് എന്ന് പറയണ്ട കേട്ടോ, ആൻഡ് എന്ന് പറഞ്ഞാൽ മതി. ദേ ആൻഡ് ബ്രദേഴ്സ്. ഇപ്പോൾ നമ്മൾ കണ്ട സെൻറ്റൻസസ് കുറച്ചെണ്ണം ഞാനിവിടെ നിന്ന് എഴുതി കാണിക്കുക കേട്ടോ. ആദ്യത്തേത് ഐ ആം നോട്ട് ടോൾ. രണ്ടാമത്തത് ദിസ് ഇസ് നോട്ട് എ ബുക്ക്. മൂന്നാമത്തത് ദീസ് ആർ നോട്ട് ഫ്ലവേഴ്സ്. ഇവിടെ ഒരു കാര്യം കണ്ടോ, ഇതൊക്കെ അല്ല എന്ന് പറയാൻ ഞാൻ ആ നോട്ട് എന്നുള്ളൊരൊറ്റ വാക്ക് ചേർത്തേ ഉള്ളൂ അല്ലേ. പക്ഷേ ഈ സെൻറ്റൻസസിലൊക്കെ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ നോക്കണം. ആദ്യത്തിൽ ഐ ആം, അപ്പോൾ അവിടെ വേർബ്, ആ അവസ്ഥയെ കാണിക്കുന്ന വാക്ക് ആം ആയിരുന്നു. രണ്ടാമത്തേതിലോ ദിസ് ഇസ് നോട്ട്, ഇസ് ആയിരുന്നു വേർബ്. മൂന്നാമത്തേതിലോ ദീസ്
ആർ നോട്ട് ഫ്ലവേഴ്സ്. അപ്പോൾ അവിടെ ആറായിരുന്നു വേർബ്. അപ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ആം അല്ലെങ്കിൽ ഇസ് അല്ലെങ്കിൽ ആർ എന്നൊക്കെയാണ് വേർബ് വരുന്നതെങ്കിൽ അവിടെ നമുക്കത് അല്ല എന്ന് പറയാൻ നോട്ട് എന്നത് ചേർത്താൽ മതി. മനസ്സിലായല്ലോ?